എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ചമ്പക്കുളം മൂലം വള്ളംകളി. വള്ളംകളിയുടെ തുടക്കം ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. AD 1545 ഈ വള്ളംകളിയുടെ തുടക്കം. നെഹ്റു ട്രോഫി, ഇനി വരാൻ പോകുന്ന എല്ലാ വള്ളംകളിയുടെയും തുടക്കം ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചയിലേക്ക് പോകാം. മൂന്ന് തരം വള്ളങ്ങളാണ് നീറ്റിലിറങ്ങുന്നത്: ചുരുളൻ വള്ളം, വെപ്പ് വള്ളം, ചുണ്ടൻ വള്ളം. ഈ വള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുരുണ്ടാണ് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വള്ളത്തിനെ ചുരുളൻ വള്ളം എന്ന് വിളിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ വള്ളങ്ങൾ തുടങ്ങിയിട്ടിരുന്ന നാട്ടുകാരായിരുന്നു. ഓരോ കരക്കാർക്ക് ഓരോ വള്ളങ്ങൾ. ഇപ്പം ഇവിടെ ആണെങ്കിൽ ചമ്പക്കുളം അക്കരക്കാർ, ഇക്കരക്കാർ, ഞങ്ങൾ നടുഭാഗക്കാരാണ്. അപ്പം ഈ വള്ളങ്ങളൊക്കെ തുഴയാൻ നാട്ടുകാരായിരുന്നു. ഇപ്പം ക്ലബ്ബുകളായി PBC, UBC, അങ്ങനെ കുറേ ക്ലബ്ബുകൾ. ഈ ക്ലബ്ബുകളിൽ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് നല്ല കഴിവുറ്റ ആൾക്കാരുകൾ ചേർന്നാണ് ഇപ്പം ഈ വള്ളംകളിയിൽ വള്ളം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടുകാരുടെ ജലപൂരമാണ് ഈ മൂലം ജലോത്സവം. തൃശ്ശൂർ പൂരത്തിന് ആന നിരന്നിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ആ ചുണ്ടൻ വള്ളങ്ങൾ പോകുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരു ഉത്സവത്തിന് പോകുന്ന പ്രതിനിധിയാണ്. ആളുകളുടെ ആവേശവും ആർപ്പുവിളികളും മൊത്തത്തിലൊരു ആഘോഷം തന്നെയാണ് ഈ മൂലം ജലോത്സവം. അങ്ങനെ ആദ്യത്തെ റൗണ്ട് മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ആരോമയും ചമ്പക്കുളം ചുണ്ടനുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഈ ആരോമ ചുണ്ടൻ എന്ന് പറയുന്നത് പുതിയ വള്ളമാണ്. ഇത് അവരുടെ തന്നെ ക്ലബ് ഹൗസാണ് തുഴയുന്നത്. ആരോമ ക്ലബ് ഹൗസാണ് ഇത് തുഴയുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് മത്സരത്തിൽ ആരോമ ചുണ്ടൻ ഫസ്റ്റ് എടുത്തിരിക്കുകയാണ്. സെക്കൻഡ് ചമ്പക്കുളം ചുണ്ടൻ. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് കാണാൻ നിൽക്കുന്ന ഒരു വള്ളമാണ് ഈ ചുണ്ടൻ വള്ളംകളിയുടെ കളി. ഇതിൽ ചുരുളനുണ്ട്, വെപ്പുണ്ട്. എന്നാൽ പോലും ഈ ചുണ്ടൻ വള്ളംകളിയുടെ കളി കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്.
ഇതാണ് വെപ്പ് വെള്ളം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ചുണ്ടൻ വെള്ളം പോലെ ഇരിക്കും. ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഇത് പറയപ്പെടുന്നത് നമ്മുടെ യുദ്ധകാലത്ത് ഭക്ഷണം വെക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്ന വെപ്പുകാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ഇതിനെ വെപ്പ് വെള്ളം എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പം വള്ളംകളിയുടെ ഇൻ്റർവെല്ലായിട്ടുണ്ടായിരിക്കും. ഇൻ്റർവെൽ കഴിഞ്ഞ് ഫൈനൽസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ വന്നവരും പിന്നെ ഇതേപോലെ കുറേ അർജൻറ്റീന ഫാൻസും അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം ഡാൻസൊക്കെ കളിച്ച് ഇതുവരെ നടക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്ത് മറ്റേ ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റേ തിരുവാതിര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വള്ളംകളി തുടങ്ങുമ്പം ഇങ്ങനെ ബോട്ടേ കൊണ്ടുപോയായിരുന്നു. അതൊക്കെ നിന്നു. ഇന്ന് നെഹ്റു ട്രോഫിക്കുണ്ട്, ഇതിനും ഉണ്ടായിരുന്നു, അതിപ്പം നിന്നിട്ടുണ്ട്. അപ്പം ഇൻ്റർവെൽ ടൈം അടിപൊളിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറേ ചിരിക്കാനും പിന്നെ അവരുടെ ആഘോഷം അതെല്ലാം കാണാം. അങ്ങനെ വള്ളത്തിൻ്റെ ഫൈനൽ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമേ വെപ്പ് വെള്ളം, ചുരുളം വെള്ളം പോയിരുന്നു. ഇനി ചുണ്ടവള്ളം ലെഫ്റ്റ് ആൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കറുവാറ്റ ചുണ്ടനുമാണ് മത്സരിക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മുടെ ചമ്പക്കുളവും ഈ വള്ളവും നല്ല ഏകദേശം നിരണം ബോട്ട്സ് ക്ലബിൻ്റെ വള്ളവും ഏകദേശം അടുത്തടുത്താണ്. അങ്ങനെ ഫൈനൽ റിസൾട്ട് വന്നപ്പം സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ചമ്പക്കുളം വിന്നായിരിക്കുകയാണ്. ഇനിയാണ് ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരം. അങ്ങനെ ആവേശം നിറഞ്ഞ നമ്മുടെ ഫൈനൽ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പൻ, നടുക്കത്തെ ട്രാക്കിൽ ആരോമ, മൂന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ. ഇപ്പോഴത്തെ ഒരു ലെവൽ അനുസരിച്ചാണ് ഈ ആരോമ കുറച്ച് മുന്നിലാണ്. എന്തായാലും നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താ വരുന്നതെന്ന് നോക്കാം. അങ്ങനെ ചമ്പക്കുളം മൂലം വള്ളംകളി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഫസ്റ്റ് അടിച്ച വേറെ ആരുമല്ല, പുതിയ ചുണ്ടനായ ആരോമ ചുണ്ടനാണ്. എന്തായാലും ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫ്രം എ വ്ളോഗ്സ്.